ഹലോ എവരി വൺ. ഇന്ന് ഞാൻ വന്നേക്കുന്നതേ തെലങ്കാന ആന്ധ്ര സ്പെഷ്യൽ ഐറ്റമായ ഒരു സാധനവുമായിട്ടാണ്. എന്താണെന്നല്ലേ, മസാല വഴുതനങ്ങ. നിങ്ങളിൽ ഇവിടങ്ങളിൽ വന്നിട്ടുള്ളവർ ആരെങ്കിലും കഴിച്ചിട്ടുണ്ടാവും മസാല വഴുതനങ്ങ. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നല്ലേ? വാ പോകാം വീഡിയോയിലേക്ക്. ഇതിന് വേണ്ടുന്ന ഐറ്റംസൊക്കെ പറഞ്ഞിട്ടേ വീഡിയോ എങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ കൂട്ടാനെങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് കാണാം കേട്ടോ. ഇത് ഇവിടെ ഏതൊരു കല്യാണമോ അല്ലെങ്കിൽ എന്ത് ഫംഗ്ഷനാണെങ്കിലും അതിനകത്ത് മെയിനായിട്ടുള്ള ഒരു ഐറ്റമാണ് മസാല വഴുതനങ്ങ, അതായത് ഗുത്തി വങ്കായ എന്ന് പറയും. ഗുത്തി വങ്കായ കറി. വാ നമുക്ക് വീഡിയോയിലിട്ട് പോകാം. മെയിൻ ഐറ്റം വഴുതനങ്ങ. അത് ഈ ഉരുണ്ട വഴുതനങ്ങ, അത് വെള്ളയാവട്ടെ ഏതാണെങ്കിലും കുഴപ്പമില്ല. ഇങ്ങനെ 4ആയിട്ട് കീറി ഉപ്പ് വെള്ളത്തിലിടാം. എല്ലാ വഴുതനങ്ങയും ഇങ്ങനെ 4ആയിട്ട് കീറി ഉപ്പ് ഉണ്ടല്ലോ നോക്കി വെച്ചേ, ഉപ്പ് വെള്ളത്തിലിടണേ. ഇത് ഇങ്ങനെ ഇവിടെ കിടക്കട്ടെ. അടുത്തായിട്ട് ഇനി മസാല അരയ്ക്കാൻ വേണ്ടുന്ന സാധനങ്ങൾ. ഞാനിവിടെ ഒരു അരക്കപ്പ് നമ്മുടെ കപ്പലണ്ടി വറുത്ത് വെച്ചതാണ്. ഞാൻ തൊലി കളയുന്നില്ല. കപ്പലണ്ടിയും ഇത് എള്ളു ഇത് വറുത്ത എള്ളു മേടിച്ചതാണ് കേട്ടോ. അവർ ഉപ്പൊക്കെ ഇട്ട് വറുത്ത, അതുകൊണ്ടാണ് അതിന് ഈ കളറ്. ഞാൻ ചെറുതായിട്ട് ചൂടാക്കി. ഇനി ഇത് നമ്മുടെ തേങ്ങാപ്പൊടി. സത്യത്തിൽ ഇതിന് ചേർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഉണക്കത്തേങ്ങയല്ലേ, കൊപ്രയുടെ ഒരു ചെറിയ കഷ്ണം, ഇത്രയും ഒരു കഷ്ണം ചേർത്താൽ മതി. എനിക്കതില്ലാത്തതുകൊണ്ട് ഞാൻ ഈ തേങ്ങാപ്പൊടി ചേർക്കുന്നത്. ചെറുതായിട്ടും ചൂടാക്കിയതാണ്. പിന്നെ ഒരു തരം നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയും, പിന്നെ ഒരു ഇഞ്ച് ഇഞ്ചിയും വെളുത്തുള്ളി. പിന്നെ മസാലയായിട്ട് വേണ്ട കറുവപ്പട്ട, പെരുംജീരകം, ഷാജീര, അതുപോലെ ഗ്രാമ്പു, ഒരു 2 ഏലക്ക. ഇത്രയും മസാല ആയിട്ട് അരയ്ക്കാനായിട്ട്. പിന്നെ വഴറ്റാനായിട്ട് ഉള്ളി, പച്ചമുളക്, കരിവേപ്പില. ഇത് ഏറ്റവും കൊടുക്കും. അതിൻ്റെ കൂട്ടാനായിട്ട് മല്ലിയിലയാണ് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചതാണ് കേട്ടോ, മല്ലിയില. ഇപ്പം നമുക്ക് പ്രോസസ്സിലോട്ട് പോകാമേ. ഞാൻ പാത്രം വെച്ചു. ചൂടായി കഴിഞ്ഞപ്പം എണ്ണ ഒഴിച്ചു. ഇപ്പം എണ്ണ നന്നായിട്ട് ചൂടായില്ലേ. ഇപ്പം നമ്മൾ കഴുകി വെച്ച വഴുതനങ്ങയില്ലേ, ആ വഴുതനങ്ങയിൽ വെള്ളം കളഞ്ഞ് വെച്ച് ആ വഴുതനങ്ങ ഇട്ട് കൊടുക്കും. പിന്നെ വഴുതനങ്ങ നന്നായിട്ട് വഴന്ന് വരണം. ഈ വഴുതനങ്ങ കഴിക്കുമ്പോഴേ നോക്കി കഴിക്കും. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതായിപ്പം ഈ വഴുതനങ്ങ ഉണ്ടല്ലോ, ഇതിൻ്റെ തണ്ട് നല്ല കട്ടിയുള്ള തണ്ട്, അത് വണ്ണമുള്ള തണ്ട്, നല്ല വണ്ണമുള്ള തണ്ടാണ് വഴുതനങ്ങയുടെതെങ്കിൽ ആ വഴുതനങ്ങ ഇളക്കമായിരിക്കും. ഞാൻ മേടിച്ച എല്ലാ വഴുതനങ്ങയുടെയും തണ്ട് വണ്ണമുള്ളതാണ്. നമ്മൾ ചെറിയ കനം കുറഞ്ഞ തണ്ടുള്ള വഴുതനങ്ങ മേടിക്കുകയാണെങ്കിൽ അത് മൂത്തത വഴുതനങ്ങയായിരിക്കും, അരി മൂത്തതായിരിക്കും. ഇതിങ്ങനെ നല്ല തണ്ട് കണ്ണുള്ള വഴുതനങ്ങ നോക്കി മേടിച്ചാൽ അത് നല്ല എളുപ്പം വഴുതനങ്ങയായിരിക്കും. അത് ഞാനീ പറയുന്ന കണക്കെല്ലാം 1/2 കിലോയ്ക്കുള്ളതാണ്. ഇത് 1/2 കിലോ വഴുതനങ്ങയാണ്, അതിനുള്ള കണക്കാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഞാൻ എണ്ണ കണ്ടില്ല പതഞ്ഞ് വരുന്നത് ഇത് കപ്പലണ്ടി എണ്ണയാണ് കേട്ടോ. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ ഇതിന് മുമ്പ് ഒരു വീഡിയോയിൽ. ഇവിടെ നമുക്ക് കപ്പലണ്ടി എണ്ണയാണ് ഉപയോഗിക്കുന്നത് ഒരുവിധപ്പെട്ട എല്ലാ കൂട്ടാനുകൾക്കും. ഒരുവിധപ്പെട്ട നല്ല എല്ലാത്തിനും അത് തന്നെ ഉപയോഗിക്കുന്നത്. എന്നാൽ ഇവിടെ കിടന്ന് വഴലിട്ട് നന്നായിട്ട് വഴന്ന് വരണേ. ഇത് വഴലുമ്പോഴത്തേന് നമുക്ക് മസാല അരച്ചുകൊണ്ട് വരാം. ഇപ്പോൾ ഇത് നന്നായിട്ട് പൊടിഞ്ഞില്ലേ. എന്നിട്ട് ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് ഉപ്പും മുളക് പൊടിയും അതുപോലെ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണേ. ഒരു 2 സ്പൂൺ മുളക് പൊടിയും 1.5 സ്പൂൺ മല്ലിപ്പൊടിയും ഒരു ചെറുപ്പും കൂടെ ചേർക്കുന്നത്. നമുക്ക് നമ്മുടെ എരിയുടെ അനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ ചേർത്തത് കാശ്മീരി ചില്ലി പൗഡറാണേ, അത് കാരണം എരിയൊന്നും കാണില്ല. ഇപ്പം നമുക്കിതും നന്നായിട്ട് അരച്ചുകൊണ്ട് വെള്ളം ഒഴിച്ചിട്ട് പേസ്റ്റ് പോലെ ആക്കി എടുക്കാം. ഈ വഴുതനങ്ങ എല്ലാം നന്നായിട്ട് വഴന്ന് സോഫ്റ്റായി. ഇത് ഇത്ര മതി കേട്ടോ, കാരണം 80% ആയാൽ മതി. ബാക്കി നമുക്ക് നമ്മുടെ മസാലക്കൂട്ടിൻ്റെ കൂടെ കിടന്ന് വേവില്ലേ. ഇനിയിപ്പോൾ ഇതെടുത്ത് മാറ്റി വെച്ച് ഉള്ളി ഇട്ട് വയ്ക്കാമേ. ഇപ്പം ഞാൻ ആ വഴുതനങ്ങ എടുത്ത് മാറ്റി. ഇനിയിപ്പോൾ ഇതിലേക്ക് 1 സ്പൂൺ താളിപ്പ് കിട്ടും, അതായത് കടുക്, ജീരകം, ഉഴുന്നുപരിപ്പ്, തുമരയല്ല എന്ന് ഞാൻ പറഞ്ഞ് ചെനകപ്പപ്പ്, അതായത് കടലപ്പരിപ്പ്, ഇതെല്ലാം കൊഴുകുക. ഇതൊന്ന് മൂക്കട്ടെ. എണ്ണ ഒത്തിരി ഉണ്ടെന്ന് വിചാരിക്കണ്ട കേട്ടോ. ഈ കറിക്ക് ഇച്ചിരി എണ്ണ വേണം. മസാല വഴുതനങ്ങയല്ലേ, അതിന് കണിച്ചായിട്ടും എണ്ണ വേണം. എണ്ണ ഇല്ലെങ്കിൽ അതിനായിട്ട് രുചി കിട്ടില്ല. അതുകൊണ്ടാണ് കടുക് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് ബിരിയാണി ഇല, ബേ ലീഫ്, ഇത് ചെറുതാണ് എൻ്റെ കയ്യിലുള്ളത് കേട്ടോ. അതുകൊണ്ടൊരു 4 ഇടുക. അല്ലെങ്കിൽ വലുതാണെങ്കിൽ ഒരു 2 എടുത്തിട്ട് കണ്ടിച്ചിട്ടാൽ മതി. ഇനിയിപ്പം നമുക്ക്
ഉള്ളി ചേർത്ത് കൊടുക്കാമേ. ഉള്ളിയും പച്ചമുളകും കരിയാപ്പിലയും കൂടെ. പിന്നെ നമ്മൾ പച്ചമുളകും ഉള്ളിയും കരിയാപ്പിലയും ഇട്ട് കേട്ടോ. ഇത് നന്നായിട്ട് വഴന്ന് വരും. ഇത് ഉള്ളി നന്നായിട്ട് വഴന്നു. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് അടുത്തതായിട്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാമേ. പിന്നെ 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക. ഇതൊന്ന് പച്ചമണം പോയി കഴിയുമ്പോഴത്തേനും നമുക്ക് അരച്ച മസാലയില്ലേ അത് ചേർക്കാമേ. ഈ മസാല നല്ല വെണ്ണ പോലെ കണ്ടു, ഒട്ടും തരിയില്ലാതെ നല്ല വെണ്ണ പോലെ അരച്ചെടുക്കണം കേട്ടോ. ഇപ്പം നമുക്ക് ഈ മസാല ഇതിലേക്ക് വെച്ചിട്ട് ഇത് ഒഴിച്ച് ഇപ്പം വേണ്ടുന്ന അത്രയും വെള്ളം ചേർത്തിട്ട് കാണിക്കാമേ. ഞാൻ ആ മസാല ഇട്ടു, വെള്ളം കൂടി ചേർത്ത് ഇത് ഈ കൺസിസ്റ്റൻസി വെക്കാം. ഇത് നല്ല തിളച്ച് വരുമ്പോഴത്തേനും ഒന്നുകൂടെ ഒന്ന് കുറുകുമല്ലോ. ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് കുറവാണ് കേട്ടോ. മുമ്പ് ഇട്ടായിരുന്നില്ല, അത് കുറവാണ്. ഇനി വീണ്ടും ഉപ്പ് ചേർക്കുവാണ്. പിന്നെ വഴുതനങ്ങയ്ക്കൂടെ പിടിക്കണമല്ലോ ഉപ്പ്. നമുക്ക് ഇതിനകത്തിലെ ഉപ്പ്, എരി, പുളി ഇതൊക്കെ നമ്മുടെ ടേസ്റ്റിന് അനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഞാൻ പറഞ്ഞ അതേ കണക്ക് ഇടണമെന്നില്ല. ഞാൻ 1/2 കിലോ കണക്കാണ് പറഞ്ഞത്. ഇതിൽ ഈ കപ്പലണ്ടി ഇതൊക്കെ കുറയ്ക്കാം വേണമെങ്കിൽ. പക്ഷേ അല്ലെങ്കിൽ കപ്പലണ്ടി വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കശുവണ്ടി ഉണ്ടെങ്കിൽ കശുവണ്ടിയും അരച്ച് ചേർക്കാം. ഒന്ന് വറുത്തേച്ചേ അരച്ച് ചേർത്താൽ മതി. ഇപ്പോൾ ഇതിവിടെ കിടന്ന് തിളയ്ക്കട്ടെ. അതുപോലൊക്കെ ഞാൻ മല്ലിപ്പൊടിയല്ലേ ചേർത്തത്. നമുക്കൊരു പക്ഷേ പൊടിയില്ല, മുഴുവൻ മല്ലിയാണ് ഉള്ളതെങ്കിൽ നമ്മൾ മസാല ഐറ്റംസൊക്കെ വറക്കൂലേ, അന്നേരം അതിൻ്റെ കൂടെ വറുത്ത് ചേർത്താൽ മതി കേട്ടോ. ഇനിയിപ്പോൾ ഇതൊന്ന് തിളച്ചിട്ട് എണ്ണ മേളിൽ തെളിയുന്നതിനും വരെ വെക്കാം. ഈ തിളച്ച് അങ്ങനെ എണ്ണ മുകളിൽ വന്നു കഴിയുമ്പോൾ നമുക്ക് വഴുതനങ്ങ ചേർത്ത് കൊടുക്കാം. നമുക്കേ തുറന്ന് നോക്കാം. എന്നിട്ട് ഓയിലൊക്കെ സെപ്പറേറ്റ് ആയി തുടങ്ങി. ഇപ്പം നമുക്ക് ഒന്ന് ഇളക്കി വെച്ച് നമ്മുടെ വഴുതനങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ. എന്താ വറുത്ത് വെച്ചതല്ലേ. ഇനിയിപ്പോൾ ഇതൊന്ന് ഇളക്കി ഈ മസാല മൊത്തം ഇതേ പിടിക്കത്തക്ക പോലെ ചെറിയ തീ കിടന്ന് വേവട്ടെ കേട്ടോ. നമുക്കേ ഇപ്പം വഴുതനങ്ങാക്കറി ഒന്ന് തുറന്ന് നോക്കാം. ആഹാ ഉണ്ടോ, നല്ല എണ്ണയൊക്കെ മുകളിൽ തെളിഞ്ഞു. നല്ല സൂപ്പർ ടേസ്റ്റായിട്ടുള്ള വഴുതനങ്ങ മസാല വഴുതനങ്ങ കറി തയ്യാർ. കണ്ടോ എന്ത് കുറുകിയിരിക്കുന്നത്. ഇപ്പോൾ തണുക്കുമ്പോഴത്തേനേ ഒന്നുകൂടെ അങ്ങ് കുറുകും കേട്ടോ. എന്താ വഴുതനങ്ങ നോക്കി കണ്ടോ, നല്ലതായിട്ട് മസാലയൊക്കെ പിടിച്ചിട്ട് ഇത്രയും നേരം ഒരു 10-20 മിനിറ്റോളം ഇത് ചെറിയ തീ കിടന്ന് വെന്തില്ലേ. ആൾറെഡി നമ്മുടെ മസാല എല്ലാം വെന്തതായിരുന്നു. അതിൻ്റെ കൂടെ അതല്ലാണ്ട് വഴുതനങ്ങയും എണ്ണയ്ക്കകത്ത് വഴറ്റിയതായതുകൊണ്ട് അതും വെന്തതായിരുന്നു. ഇനിയിപ്പം അതെല്ലാം ആ ചെറിയ തീ കിടന്ന് മസാല മൊത്തം വഴുതനങ്ങ പിടിച്ചു. 20 മിനിറ്റ് കൊണ്ട് മൊത്തം വഴുതനങ്ങയ്ക്ക് പിടിച്ചു. ഇനിയിപ്പം നമുക്ക് ഫൈനലായിട്ട് നമ്മൾ അരിഞ്ഞു വെച്ച മല്ലിയില ഇല്ലേ അതിട്ട് കൊടുക്കാമേ. മല്ലിയില ഓപ്ഷനിലാണ് കേട്ടോ. നമുക്ക് നാട്ടിൽ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം, ഇല്ലെങ്കിലോ കുഴപ്പമില്ല. ഇതെല്ലാം കൂടി ഇളക്കി അടച്ച് സ്റ്റവ് ഓഫ് ചെയ്തിട്ടുണ്ട്. എനിക്ക് നല്ല കുറുകിയിട്ടുള്ള വഴുതനങ്ങാക്കറി ഒന്ന് ചെയ്ത് നോക്കണേ. അതുപോലെ എൻ്റെ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യാനും ഇതൊന്നും മറന്നു പോകല്ലേ. ഓക്കെ, ബായ്. ഇനി അടുത്ത വീഡിയോയിൽ കാണാമേ.